ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു ദി ന്യൂ സെഷൻ. ഇന്ന് നമ്മൾ ഒരു പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ കൺസിഡർ ചെയ്യണമെന്നും എങ്ങനെയാണ് സിമ്പിളായി ഒരു പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ലെറ്റ്സ് ടേക്ക് ആൻ എക്സാമ്പിൾ. ഒരു എക്സാമ്പിളിലൂടെ നമുക്ക് നോക്കാം. ഒരു ഫർണിച്ചർ ഷോപ്പിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ചെയർ സെല്ല് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 1500 റുപ്പീസാണ്, 1500 രൂപയാണ്. ഈ 1500 രൂപ തന്നെയാണോ അതിൻ്റെ റിയൽ കോസ്റ്റ് എന്ന് പറയുന്നത്, റിയൽ മാനുഫാക്ചറിങ് കോസ്റ്റ് എന്ന് പറയുന്നത് ഈ 1500 റുപ്പീസ് തന്നെയാണോ? നോ, നെവർ, ഒരിക്കലുമല്ല. സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ആണ്. അത് ഉണ്ടാക്കാൻ വന്ന ചെലവ് പ്ലസ് പ്രോഫിറ്റ് ആണ് സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എന്താണ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സിമ്പിളായി പറഞ്ഞാൽ കോസ്റ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് മണി സ്പെൻഡ് ഫോർ ക്രിയേഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് എന്ന് പറയാം. ഒരു ഗുഡ്സോ സർവീസോ ക്രിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്ത അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിച്ച ക്യാഷിനെയാണ് അല്ലെങ്കിൽ എമൗണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോസ്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ എത്ര രൂപയായിരിക്കും ഈ ചെയറിൻ്റെ കോസ്റ്റ്? നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. എന്നാൽ അതിനു മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അവ ഏതെല്ലാം എന്ന് നോക്കാം. ഫസ്റ്റ് വൺ, കോസ്റ്റ് സെൻറ്റർ ആൻഡ് കോസ്റ്റ് യൂണിറ്റ്. എന്താണ് കോസ്റ്റ് സെൻറ്റർ ആൻഡ് കോസ്റ്റ് യൂണിറ്റ് എന്ന് ഒരു എക്സാമ്പിളിലൂടെ നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ ഈ ചെയർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫർണിച്ചർ ഷോപ്പിനെ കൺസിഡർ ചെയ്യാം. ഇവിടെ 3 ഏരിയയുണ്ട്, അല്ലെങ്കിൽ 3 ഡിപ്പാർട്ട്മെൻറ്റുകളായിട്ട് ഈ ഒരു ഫർണിച്ചർ ഷോപ്പിനെ തരംതിരിച്ചിട്ടുണ്ട്. ഇതിൽ ഫസ്റ്റ് ഏരിയയെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. എല്ലാ പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസും ഈ ഒരു ഏരിയയിൽ വെച്ചാണ് കണ്ടക്ട് ചെയ്യുന്നത്. രണ്ടാമത്തെ ഏരിയയെ നമുക്ക് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഈ ഒരു ഏരിയയിൽ വെച്ചുകൊണ്ടാണ്. അതുപോലെ മൂന്നാമത്തെ ഏരിയയെ നമുക്ക് സെയിൽസ് ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. സെയിൽ ആക്ടിവിറ്റീസ് മൊത്തം കണ്ടക്ട് ചെയ്യുന്നത് ഈ ഒരു ഏരിയയിൽ വെച്ചുകൊണ്ടാണ്. ഇനി പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കൊന്ന് നോക്കൂ. ഈ ഒരു ഏരിയയിൽ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ കുറേ ആവശ്യങ്ങൾക്കായിട്ട് എമൗണ്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. എമൗണ്ട് സ്പെൻഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ കോസ്റ്റ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഇവിടെ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നമ്മളെ ചെയർ ഉണ്ടാക്കാനുള്ള മെറ്റീരിയലാണ് വുഡ് വാങ്ങാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മരങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു 1000 രൂപ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മെഷീൻ പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള കട്ടിങ്ങിനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി മെഷീന് ഉപയോഗിക്കുന്നുണ്ട്. അത് പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് ഓയിലും ഗ്രീസുകളും ഒക്കെ വാങ്ങിയ ചെറിയ ക്യാനുകൾ കാണാം. അതിന് നമ്മളൊരു 200 റുപ്പീസ് സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ ലേബേഴ്സ്, റോ മെറ്റീരിയൽസിനെ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആക്കി മാറ്റുന്ന വർക്കേഴ്സ് ഉണ്ട്. ആ വർക്കേഴ്സിന് നമ്മൾ വേജ് കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ സാലറി കൊടുക്കേണ്ടി വരും. ഓരോ വർക്കേഴ്സിനും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, 500 റുപ്പീസ് വെച്ച് കൂലി കൊടുക്കുന്നുണ്ട്. അതും നമ്മുടെ കോസ്റ്റാണ്. അങ്ങനെ ഈ ഒരു ഏരിയയിൽ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് കുറേ കോസ്റ്റുകൾ നമുക്ക് ഇൻകേർഡ് ആയിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു ഏരിയയെ നമുക്ക് പ്രൊഡക്ഷൻ കോസ്റ്റ് സെൻറ്റർ എന്ന് പറയാം. ഇനി രണ്ടാമത്തെ ഏരിയ നോക്കുക, അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റ്. ഇവിടെ ഒരു തരത്തിലുമുള്ള പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസും നടക്കുന്നില്ല. പക്ഷേ മറ്റുള്ള പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിനും മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റിനും വേണ്ടിയിട്ടുള്ള അക്കൗണ്ട് സർവീസുകളാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അക്കൗണ്ട്സുമായി ബന്ധപ്പെട്ട സർവീസുകളാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ഒരു ഏരിയയിലും നമുക്ക് കോസ്റ്റ് ഇൻകേർഡ് ആകുന്നുണ്ട്. എങ്ങനെയാണ് കോസ്റ്റ് ഇൻകേർഡ് ആകുന്നത്? ഇവിടെ നോക്കുക, 2 അക്കൗണ്ട് സ്റ്റാഫുകളാണ് നമുക്കുള്ളത്. ഒരു സീനിയർ അക്കൗണ്ടൻറ്റും ഒരു ജൂനിയർ അക്കൗണ്ടൻറ്റും. ഇവർക്ക് നമുക്ക് സാലറി പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ വേജ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ സീനിയർ അക്കൗണ്ടൻറ്റിന് നമ്മൾ 800 രൂപയും ജൂനിയർ അക്കൗണ്ടൻറ്റിന് നമ്മൾ 600 രൂപ വെച്ചിട്ടും കോസ്റ്റ് ഇൻകേർഡ് ആകുന്നുണ്ട് നമുക്ക്. അതുകൊണ്ട് ഈ ഒരു ഏരിയയെ നമുക്ക് സർവീസ് കോസ്റ്റ് സെൻറ്റർ എന്ന് പറയാം. ഇതുപോലെ തന്നെയാണ് സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റും. ഇവിടെ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട ഒരു ആക്ടിവിറ്റീസും കണ്ടക്ട് ചെയ്യുന്നില്ല, പക്ഷേ അവിടെ കോസ്റ്റ് ഇൻകേർഡ് ആവുന്നുണ്ട്. ഉദാഹരണത്തിന് അവിടുത്തെ സെയിൽസ്മാൻ്റെ സാലറി. സോ ഈ ഒരു ഏരിയയും നമുക്ക് സർവീസ് കോസ്റ്റ് സെൻറ്റർ എന്ന് പറയാം. അപ്പോൾ എന്താണ് കോസ്റ്റ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ? For the costing of product and services, an organization should be divided into different department or branches or sessions. Each session or each department is known as cost center എന്ന് പറയാം.
ഇങ്ങനെ ഓരോ കോസ്റ്റ് സെൻറ്ററിൽ നിന്നും നമുക്ക് കിട്ടുന്ന ഫൈനൽ പ്രൊഡക്റ്റിനെ അല്ലെങ്കിൽ ഫൈനൽ ഔട്ട്പുട്ടിനെ നമ്മൾ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന യൂണിറ്റിനെയാണ് നമ്മൾ കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഫൈനൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ചെയറാണ്. നമ്മൾ ചെയറിൻ്റെ എക്സാമ്പിൾ വെച്ചിട്ടാണ് കൺസിഡർ ചെയ്തത്. അപ്പോൾ ഫൈനൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ചെയറാണ്. ഈ ചെയറിനെ മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന യൂണിറ്റിനെയാണ് കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഫർണിച്ചർ ഇൻഡസ്ട്രികളാണ് എങ്കിൽ നമുക്ക് കോസ്റ്റ് യൂണിറ്റായി പെർ നമ്പറോ അല്ലെങ്കിൽ പെർ യൂണിറ്റോ സെലക്ട് ചെയ്യാം. ഇനി ഓയിൽ കമ്പനികളാണ് എങ്കിൽ നമുക്ക് ഓയിൽ ലിക്വിഡ് ഫോമിലാണ്, അതുകൊണ്ട് നമുക്ക് മെഷർ ചെയ്യാനായിട്ട് പെർ ലിറ്റർ എന്നുള്ള മെഷർമെൻറ്റ് ചൂസ് ചെയ്യാം. ഇനി സ്റ്റീൽ കമ്പനികളാണ് എങ്കിൽ നമുക്ക് പെർ ടൺ എന്നുള്ള കണക്കിൽ മെഷർ ചെയ്യാൻ കഴിയും. ഇനി കോട്ടൺ മില്ലുകളാണ് എങ്കിൽ അവിടെ പെർ മീറ്റർ എന്നുള്ള മെഷർമെൻറ്റ് നമുക്ക് ചൂസ് ചെയ്യാം. ഇനി സോപ്പ് ഫാക്ടറി മറ്റു തുടങ്ങിയിട്ടുള്ള ഫാക്ടറികളാണെങ്കിൽ നമുക്ക് പെർ ഡസണിലോ അല്ലെങ്കിൽ പെർ യൂണിറ്റിലോ നമുക്ക് മെഷർ ചെയ്യാൻ കഴിയും.